ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ക്രിസ്തു ശിഷ്യന്മാരോട് ഒരു വലിയ വാഗ്ദാനം കൊടുക്കുകയാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നു. പക്ഷേ ആ പോകുന്നതിന് ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവനം ഒരുക്കുവാനാണ് പോകുന്നത്. ആർക്ക്? നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാനാണ് പോകുന്നതെന്ന് ക്രിസ്തു പറയുന്നത്. അപ്പോൾ ക്രിസ്തു പെട്ടെന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ ഒരു അന്ത്യനാളുകളെത്തിയപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ഏകദേശം കുരിശിലേക്ക് നടക്കുവാനുള്ള പാത എത്താറായപ്പോൾ, ആ ഒരു അന്ത്യ അത്താഴത്തിന് ശേഷം ഒക്കെ നമുക്ക് കരുതാം. ആ സമയത്താണെങ്കിൽ പറയുന്നത്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങളെയും കൊണ്ടുവരും, പക്ഷെ അതിന് മുന്നേ ഞാൻ അവിടെ പോയിട്ട് ആ ഭവനം റെഡിയാക്കി വെക്കും. സാധാരണ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് ആരെല്ലാം വരുന്നത്, നമ്മൾ നേരത്തെ പോയിട്ട് വീടും പരിസരവും ക്ലീൻ ആക്കി വെക്കും, നല്ല ഭക്ഷണം കഴിക്കും, എല്ലാം വൃത്തിപ്പെടുത്താക്കി. കാരണം കയറുന്ന ആൾക്ക് അതൊരു യാതൊരു വിധത്തിലുള്ള ഒരു മുഷിപ്പും ഒരു നെറ്റിച്ചുളിയിലും ഉണ്ടാവരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തു നോക്കുന്നത്. അപ്പോൾ ക്രിസ്തുവും ഇതുപോലെയാണ് ചെയ്തു വെച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് മുന്നേ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭവനം തയ്യാറാക്കുവാനായിട്ട് ഞാൻ നേരത്തെ പോകുന്നു. ഇത് കേട്ടത് നമ്മുടെ പാവം ശിഷ്യന്മാരാണ്. അവർ നല്ല അടിച്ചു വെച്ച് തങ്ങളുടെ കൂടെ ഉള്ളത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രവാചകനാണ്, ഗുരുവാണ്. എന്തോരം അത്ഭുതങ്ങളൊക്കെയാണ് കണ്ടത്, എന്തോരം കാര്യങ്ങളൊക്കെയാണ് അനുഭവിച്ചത്. ഒരുപാട് അപ്പം ഭക്ഷിച്ചു, വയറ് നിറഞ്ഞു, ഇങ്ങനെയൊക്കെ സന്തോഷത്തിലേക്കുമ്പോഴാണ് ഇങ്ങനൊരു വർത്തമാനം, ഇങ്ങനെ ഒരു ഡയലോഗ് ക്രിസ്തുവിന്റെ ഭാഗത്ത്. ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാനാണ്. പോകും എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ ആദ്യത്തെ അനുഭവം, ഞങ്ങളെ വിട്ടുപോകും, ഞങ്ങൾ അനാഥരാക്കി പോകും, ഞങ്ങൾക്ക് ഇനി ആരുമില്ല, നോബഡി, ആരും ഞങ്ങളെ നോക്കാനില്ല, ഞങ്ങൾ അനാഥരായി, ഒറ്റ മനുഷ്യരില്ല, അതൊന്നും അങ്ങനെ കോണ്ടാക്ട് ചെയ്യും, ഇനി ഞങ്ങളുടെ ഗുരുവിനെ എങ്ങനെ കാണാം എന്നുള്ളൊരു ആളുകളുടെ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഈ ഒരു വർത്തമാനം കൂടിയായപ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ശിഷ്യന്മാർക്ക് നിരാശയുണ്ടാക്കിയ, ഉത്കണ്ഠ ഉണ്ടാക്കിയ ഒരു കാര്യമേ അല്ല ക്രിസ്തു പറഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ സത്യം. നമുക്കറിയാം, ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു ബൈക്ക് കിട്ടി കഴിഞ്ഞാൽ അവർ വെറുതെ ബൈക്ക് എടുത്ത് അങ്ങനെ പോകുന്നു. പോയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു നല്ല റോഡുണ്ട്, ആ റോട്ടിൽ പോകും, നല്ല വേറെ റോഡുണ്ട്, ആ റോട്ടിൽ പോകും. കുറേ ആൾക്കാർ അവിടെ കൊടുക്കുന്നു, അവരുടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യാൻ പോകാം. പിന്നെ അവിടെ കുറച്ച് പെൺകുട്ടികളൊക്കെ വരുന്നു, അവരുടെ മുമ്പിൽ നിന്ന് വണ്ടി ഓടിച്ച് പോകാം. അങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനം ഇല്ലാതെ ഇങ്ങനെ ബൈക്കുമായിട്ട് പോകുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ക്രിസ്തുവിന്റെ കാര്യം എടുക്കുമ്പോൾ ഇത് അങ്ങനെയല്ല. ക്രിസ്തു പോകുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പോകുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഭവനം ഒരുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. അതിന് ഞാനിപ്പോൾ പോയേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. കാരണം എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുകയുള്ളൂ, ദൈവത്തെ കാണുവാൻ പറ്റുകയുള്ളൂ. ഞാനാകുന്ന വഴിയും സത്യവും ജീവൻ. അപ്പൊ എന്നിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗത്തോടെ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റില്ല, ദൈവത്തെ കാണാൻ പറ്റില്ല. ഞാൻ ഒറ്റട്ടായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ എന്നിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സമയത്തുള്ള ഒരു ലോകമല്ല, വളരെയധികം ഡെവലപ്പായ മനുഷ്യ മനസ്സ് ഒരുപാട് ഡെവലപ്പായതിന്റെ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് സ്ത്രീ പുരുഷ വ്യത്യാസം നമ്മൾ പിടിക്കാതെ വരുന്നു. പുരുഷന് സ്ത്രീകളെ പിടിക്കാതെ വരുന്നു, സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടപ്പെടാതെ വരുന്നു. അപ്പോൾ എല്ലാവരും പൊതുവെ ചിന്തിക്കുന്ന ക്രിസ്തു മാസ്കുലിൻ, ഫെമിനിൻ, ഫെമിനിസം ഈസ് പവർഫുൾ, മാസ്കുലിനിറ്റി ഈസ് ഓൾസോ ദർ. പുരുഷ മേധാവിത്വം, സ്ത്രീ മേധാവിത്വം, ഇതൊക്കെ ഇങ്ങനെ വളരെ വലുതായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഡിവോഷനിൽ പോലും പുരുഷ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കില്ല എന്ന് സ്ത്രീ ജനങ്ങൾ ശാഠ്യം ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ ഞങ്ങൾക്ക് സ്ത്രീകളായതല്ല, പരിശുദ്ധ കന്യകയുടെ സ്ത്രീയാണ്, അതുകൊണ്ട് ഇതുപോലെ മാത്രമേ ചിലവുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്ന സ്ത്രീ സമൂഹങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ സീക്രട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളതുകൊണ്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടുമാണ് പറയുന്നത്. മാത്രമല്ല, പുരുഷന്മാര് മാതാവിന് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം വില കുറച്ച് താഴ്ത്തി കൊടുക്കുന്നതും ആയിട്ടുള്ള ഒരു ടെൻഡൻസിയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് സഭയുടെ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഭൂമിയിലേക്ക് ഭൂഷാതനാകുവാനായിട്ട് ദൈവം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. കന്യാമറിയത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന് ഭൂമിയിൽ പ്രവേശിക്കുക വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം അവിടെ അനിവാര്യമാണ്. അതുമാത്രമല്ല, പരിശുദ്ധ കന്യാമറിയത്തെ ആരാധിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ക്രിസ്തുവിലെത്തുക, ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ആചരിക്കുന്നത് മെയ് 1-ാം തീയതിയാണ്. സെന്റ് ജോസഫിന്റെ ഫീസ്റ്റാണ്, ഔസേപ്പിതാവിന്റെ തിരുനാളാണ്. മാത്രമല്ല, ഇന്ന് നമ്മൾ കൊണ്ട ആചരണം കൂടി തുറന്നു, ജപമാല ആചരണം. ജപമാല ചെല്ലുമ്പോൾ ജപമാലയിലൂടെ ക്രിസ്തുവിലേക്ക് എത്തും. ജപമാല ചെല്ലുമ്പോൾ മാതാവിനെ ആരാധിക്കുക എന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അല്ല, മറിച്ച് ജപമാല ചെല്ലുന്നതിലൂടെ
മാതാവിലൂടെ ക്രിസ്തുവിലേക്ക്. മാതാവ് ഒരു ഏണിപ്പടിയാണ് എന്നൊക്കെയാണ് വിശുദ്ധർക്ക് ഉണ്ടായ ഒരു വെളിപാടൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സഭയുടെ പഠനവും. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ക്രിസ്തുവിനെ ആണ് ഓറിയന്റഡ് ആയിട്ട് കാണേണ്ടത്. ക്രിസ്തുവിലൂടെയാണ് ഞാനാകുന്ന വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിലേക്ക് കാണാം. ദൈവം എന്ന് പറഞ്ഞാൽ വളരെ മൈറ്റി ആയിട്ടുള്ള ഒരു പ്രഭാവമാണ്. അവിടേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് കുറവായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും എളുപ്പം സഹായിക്കുന്ന ഘടകം അതാണ് ക്രിസ്തു. ക്രിസ്തു ഉണ്ടെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും. നമുക്ക് ഉടനെ തന്നെ നമുക്ക് നേരിട്ട് പോയിട്ട് മുഖ്യമന്ത്രിനെ കാണണമെന്ന് വെച്ചാൽ നടക്കില്ല. അത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അതിന്റെ ഒരുപാട് നോട്ടീസ് എടുക്കണം. അതിന് മുന്നേ ഒരു കാണാനുള്ള ഒരു എന്താ പറയുന്ന നേരത്തെ മുൻകൂട്ടി അറിയിക്കണം. അവർ തീരുമാനിക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ മാത്രമേ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റും. നേരിട്ട് കാണുന്ന ഒന്നുമില്ല. മുഖ്യമന്ത്രിയുടെ അസിസ്റ്റന്റ് ആരെങ്കിലും സഹായിക്കുന്ന ആരെങ്കിലും കാണാനേ സാധിക്കുള്ളൂ. അതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ദൈവത്തിന്റെയും ആ ഒരു സെറ്റപ്പ് നോക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നേരിട്ട് കാണാനുള്ള പ്രഭാവം നമുക്കില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവും പാപവും ഉള്ളതുകൊണ്ട് ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തിനെ കാണാൻ. ക്രിസ്തു പോകുന്നത് നമുക്ക് ഭവനം ഒരുക്കാനാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിരാശയിൽ കുടുങ്ങിപ്പോയി ഒരു ശിഷ്യഗണത്തെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ ഞങ്ങളെ വിട്ട് പോകുന്നല്ലോ എന്ന് കരുതി നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യ സമൂഹത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഭവനം ഒരുക്കാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കഥ ആലോചിക്കുകയാണ്. ഒരു കുട്ടി എല്ലാ ദിവസവും ഡെയിലി കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വരുന്നു, വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് ബസ്സിലാണ്. പെട്ടെന്ന് ഒരു ദിവസം ആ ബസ്സിൽ കയറി അന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴയും എല്ലാം കാരണം ബസ്സിങ്ങൾ പെട്ടെന്ന് പോകുന്ന ആളുകൾ തിരിഞ്ഞ് കുട്ടിക്ക് പുറമെ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ മനസ്സിലായില്ല ഏത് സ്റ്റോപ്പ്. കാരണം പുറമെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വിൻഡോസ് പുറത്ത് കാണാൻ പറ്റിയാലേ ഏത് സ്റ്റോപ്പ് എത്തിയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടിയുടെ വീടിന്റെ ഭാഗത്ത് സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഒച്ചപ്പാട് എന്തായാലും ആരും കേൾക്കുന്നില്ല. പിന്നെ അവസാനം ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ കുട്ടിക്ക് പുറത്തിറങ്ങാനുള്ള അവസരം. അപ്പോൾ ഒരുപാട് ദൂരം ബസ് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുട്ടിയാണെങ്കിലാണ് കുട്ടിയുടെ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലമൊന്നും മനസ്സിലായില്ല. ഉടനെ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അത് കണ്ട് പോലീസുകാരൻ അത് കണ്ടോന്ന് ചോദിച്ചാൽ എന്താ അങ്ങനെ വീടിന്റെ വഴിതെറ്റിയോ എന്താണ് മോന്റെ സ്കൂളിന്റെ പേര് പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ ചെയ്ത് കളർ ഉണ്ടാകുന്ന കുട്ടി ഇറങ്ങിയത്. അപ്പോൾ സ്കൂളിന്റെ പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് ഫംഗ്ഷൻ ആയതുകൊണ്ട് പുസ്തകങ്ങൾ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കുട്ടി ഈ സ്കൂളിന്റെ പേര് ഒന്നും പറയാൻ പറ്റാതെ വേറെ ആൾക്ക് കൺഫ്യൂഷൻ. എങ്ങനെ ഈ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് എത്തി? ഏത് അഡ്രസ്സും ഇല്ല, ഫോണൊന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പോലീസുകാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി പെട്ടെന്നൊരു ആൻസർ കൊടുക്കുകയാണ്. എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളി അറിയാം. പള്ളിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിന്നുള്ള ആ വീട്ടിലേക്കുള്ള യാത്ര എനിക്കുള്ള പോരാ അറിയാം. അപ്പോൾ എനിക്ക് ശരിയാണ്. അന്നേരം ഈ പോലീസുകാരൊക്കെ ഈ കുട്ടിയെ വണ്ടിയിൽ കയറ്റി ആ സ്ഥലത്തുള്ള ആ ജില്ലയിലുള്ള സകല പള്ളികളിലും കുട്ടിയെ കൊണ്ട് നടക്കുകയാണ്. പെട്ടെന്നാണ് കാണുന്നത് ഒരു പള്ളി എത്തി. ഈ പള്ളിയാണ് എൻ്റെ, ഈ പള്ളിയാണ് ഞങ്ങൾ ഇടവക. ഈ പള്ളിയിൽ നിന്നാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴികൾ പറയാ കൊടുക്കുന്നത്. ഈ പോലീസുകാരനെ തട്ടി മാറ്റിക്കൊണ്ട് കുട്ടി നേരെ വീട്ടിലേക്ക് ഇറങ്ങി നടന്നു പോവുകയാണ്. ഇതാണ് ഒരു കഥ. ഒരു കഥയാണെങ്കിലും ഇതിൽ നിന്ന് വളരെ വലിയ ഒരു സാരാംശം നമുക്ക് എടുക്കേണ്ടത്. കാരണം ദൈവത്തിങ്കിലേക്കുള്ള വഴി അറിയാം, പള്ളിയിലേക്കുള്ള വഴി അറിയാമെങ്കിൽ ഭവനത്തിലേക്കുള്ള വഴിയും അറിഞ്ഞിരിക്കും. അപ്പൊ ദൈവത്തിൽ പള്ളിയിലേക്കുള്ള വഴിയാണ്, ക്രിസ്തു ഒരുക്കുന്ന ഭവനമാണ് സ്വർഗത്തിലെ ഭവനം. ആ ഭവനത്തിലേക്കുള്ള വഴി നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു യോസേപ്പ് പിതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ക്രിസ്തുവിലേക്കുള്ള വഴി പരിശുദ്ധ കന്യാമറിയത്തോടെയും യോസേപ്പ് പിതാവിലൂടെയും നമുക്ക് കാണിച്ചെടുക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യോസേപ്പ് പിതാവ് എന്ന് പറഞ്ഞാൽ വളരെയധികം ജോലിക്ക് അധ്വാനിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിനമാണ് നമുക്ക് വന്നിരിക്കുന്നത്. യോസേപ്പ് പിതാവ് അധ്വാനിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു മധ്യസ്ഥനാണ്. യോസേപ്പ് പിതാവിനോട് പറഞ്ഞ എല്ലാവരും അധ്വാനിക്കുന്നവരെയാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം ദൈവത്തിന്റെ ക്രിയേഷൻ തന്നെ അത് ദൈവത്തിന്റെ 6-7 ദിവസങ്ങളിലുള്ള അധ്വാനങ്ങളാണ്. അപ്പോൾ അധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ അധ്വാനിക്കുന്നവർക്കും ജപമാല പ്രവൃത്തിയിലൂടെയും ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു മാർഗമാണ് ഇന്നേ ദിവസം നമുക്ക് ഒരുക്കുന്നത്. എല്ലാവർക്കും സെന്റ് ജോസഫ് ദിനത്തിന്റെ യോസേപ്പ് പിതാവിന്റെ പെരുന്നാൾ ആശംസകളും, ജപമാല മാസത്തിന്റെ ആശംസകളും നേർന്നു.